CPM-ന്റെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചും ഇടതുപക്ഷത്തിന്റെ ഈ പരാജയത്തെക്കുറിച്ചൊക്കെ തന്നെയുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, തുടരുകയാണ്. CPM പല കമ്മിറ്റികളും അതുപോലെ തന്നെ അവരുടെ വിവിധ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ വിവിധ സംഘടനാ സംവിധാനങ്ങളുടെയൊക്കെ തന്നെ ചർച്ചകളിലൊക്കെ തന്നെ പിണറായി വിജയന് എതിരെ പല സഖാക്കളും ആരോപണം ഉന്നയിച്ചതായുള്ള വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ സ്ഥാനാർത്ഥി നിർണയം, തളിപ്പറമ്പിൽ PK ശ്യാമളയെ നിർത്തിയത്, അതുപോലെ സുധാകരനും V കുഞ്ഞികൃഷ്ണനുമൊക്കെയായിട്ട് ഇടഞ്ഞത് ഒക്കെ തന്നെ വലിയ തോതിൽ തിരിച്ചടിയായി CPM-ന്റെ വോട്ടുകളൊക്കെ തന്നെ പോയത് BJP-യിലേക്കാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ വരെ ഇതിനിടയ്ക്ക് ഉണ്ടായി. ഈ ഒരു സമയത്ത് തന്നെ മട്ടന്നൂരിൽ മത്സരിപ്പിക്കാതെ പേരാവൂരിൽ മത്സരിപ്പിച്ച CPM-നോട് അല്ലെങ്കിൽ പാർട്ടിയോട് തുടക്കത്തിൽ നീരസമൊന്നും പ്രകടിപ്പിച്ചില്ല എങ്കിലും ഇപ്പോൾ KK ശൈലജ അതിശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നേതാക്കളുടെ ഭാഷാശൈലി മാറ്റണം, പെരുമാറ്റം മാറ്റണം, ജീവിത രീതി മാറ്റണം, തെറ്റുകൾ സംഭവിച്ചെങ്കിൽ തിരുത്തണം. ഉറച്ചു നിന്നവർ പോലും ഇടതുപക്ഷത്ത് നിന്ന് മാറി. ജൻസികളുടെ ഭാഷയിൽ അവരെ സമീപിക്കാൻ കഴിഞ്ഞില്ല. തുറന്നു പറച്ചിലുമായി KK ശൈലജ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. നേതാക്കളുടെയും പ്രവർത്തകരുടെയും ശൈലീ മാറ്റം അനിവാര്യമാണ്. പരിഹരിക്കാൻ ശ്രമം ഉണ്ടായിട്ടില്ല എന്നും ചിന്തയിലെ ലേഖനത്തിലൂടെ, ചിന്ത വാരികയിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് KK ശൈലജ പ്രതികരിച്ചത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ തോൽവി പഠിക്കണം. ഉറച്ചു നിന്നവർ പോലും ഇടതുപക്ഷത്തു നിന്ന് മാറി. പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പരിഹരിക്കാൻ ഒരു ശ്രമവും പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്ന്, നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് MV ഗോവിന്ദൻ മാസ്റ്ററെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് അവർ പറയുന്നു. നേതാക്കളുടെയും പ്രവർത്തകരുടെയും ശൈലി മാറ്റം അനിവാര്യമാണ്, തിരിച്ചുവരവ് അനിവാര്യമാണ്. പക്ഷേ അതെങ്ങനെ സാധ്യമാകും എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. LDF-ന് 99 സീറ്റിൽ നിന്ന് 35ലേക്ക് ചുരുങ്ങേണ്ടി വന്നു. പല ഘടകകക്ഷികൾക്കും ഒരു സീറ്റ് പോലും ലഭ്യമായില്ല. അവർക്കെല്ലാം പഴയ സ്ഥിതി വീണ്ടെടുക്കാൻ കഴിയണം. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവതരമായ കാര്യമാണെന്നും ലേഖനത്തിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഉത്കണ്ഠയുണ്ടാക്കുന്ന വ്യതിയാനമാണ്. പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിക്കാൻ സാധിച്ചില്ല. CPM-ന് അടുത്ത കാലത്തുണ്ടായ സംഘടനാ ദൗർബല്യം, തീർച്ചയായിട്ടും അത് MV ഗോവിന്ദനെ തന്നെ പറയുകയാണ്. മുതലുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ശൈലജ ലേഖനം എഴുതിയിരിക്കുന്നത്. അത് ചിന്തയിൽ പ്രസിദ്ധീകരിച്ചത് അത്ഭുതമായി തോന്നുന്നു. ചിന്തയുടെ നിയന്ത്രണം പിണറായി വിജയന്റെയോ ഗോവിന്ദന്റെയോ കയ്യിലല്ല എന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഗൗരവമായി കാണേണ്ട പല കാര്യങ്ങൾ ഉണ്ട്. സമരം നടത്തുന്നതിന്, ജനങ്ങളെ അണിനിരത്തുന്നതിന് സഹായകമായ രീതിയിൽ പ്രാദേശികമായ മുകൾ തട്ടിലും അതിശക്തമായ സംഘടനാ പ്രവർത്തനം ചിട്ടയോടെ ഇനി നടത്തണം. പാർട്ടി ബ്രാഞ്ചുകൾ, ലോക്കൽ കമ്മിറ്റികൾ തുടങ്ങിയവയുടെ പ്രവർത്തനം അല്പം പിന്നോക്കാവസ്ഥയിലാണ് എന്ന കാര്യവും KK ശൈലജ ചൂണ്ടിക്കാട്ടുന്നു. ഏറ്റവും പ്രധാനമായിട്ട് പേരാവൂരിൽ ഇവരെ മത്സരിപ്പിച്ചത് തന്നെ പാർട്ടിക്കുണ്ടായ ഏറ്റവും വലിയ പരാജയമാണ് എന്നുള്ള പൊതു വിലയിരുത്തൽ ഉണ്ട്. മട്ടന്നൂരിൽ ഉറപ്പായിട്ടും ജയിക്കുമായിരുന്ന KK ശൈലജ ടീച്ചറെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി, അവരെ ഒതുക്കാൻ വേണ്ടി എങ്ങാനും LDF ജയിക്കുകയാണെങ്കിൽ ഇവരെ മുകളിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയവരെ പൊക്കിക്കൊണ്ട് വരേണ്ടി വരും എന്നുള്ള ആ ഒരു ആശങ്ക പിണറായി വിജയന് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത്തരത്തിൽ ഇവരെ പരാജയപ്പെടുത്തുന്നതിനായിട്ട് സണ്ണി ജോസഫിനെതിരെ പേരാവൂരിൽ മത്സരിപ്പിച്ചതാണ് എന്ന പരാതിയും നേരത്തെ ഉണ്ടായിരുന്നു. KK ശൈലജ തുറന്നു പറയുന്നു. സംഘടനാ ദൗർബല്യം, കൃത്യമായ ഏകോപനമില്ലായ്മ ഒക്കെ തന്നെ വലിയ തോതിൽ തിരിച്ചടിയായി. ഇതൊക്കെ തിരുത്തി മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഭംഗ്യന്തരേണ അവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്.